വ്യത്യസ്ത കുടുംബങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോ ഗൗരവത്തോടെ ചിന്തിക്കുകയും ചെയ്യണം. ഇപ്പം പല നാടുകളിലും പാർക്കുന്നത് പോലെ കുടുംബക്കാരെ വീട്ടിലേക്ക് പാർക്കാൻ വിടുമ്പോ ഒരൽപ്പം ഗൗരവം കാണിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ മക്കള് നമ്മൾക്കാ മക്കൾ. അവര് നശിച്ചാലും വേദനിച്ചാലും നമ്മൾക്കാ സങ്കടം. മറ്റുള്ളവർക്കൊരു പക്ഷേ അവരൊരു കളിപ്പാട്ടമോ ഒരു പരീക്ഷണ വസ്തുവോ മറ്റേതെങ്കിലും രീതിയോ ആണെങ്കിൽ സൂക്ഷ്മത കുറവുള്ള സ്ഥലങ്ങളിലേക്ക് പാർക്കാൻ പോലും ചെറിയ പ്രായത്തിലുള്ള മക്കളെ പോലും വിട്ടേക്കരുതേ എന്ന് ആധുനിക ലോകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എവിടെങ്കിലും പോട്ടെ, അവനാന്റെ പുരയിൽ കുറച്ച് സ്വൈര്യം കിട്ടിയാ മതി എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവമാകരുത്. ഇനി ഏതെങ്കിലും മക്കൾ അങ്ങനെ പാർക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ പോലെ ആ കുടുംബത്തെയും പരിഗണിക്കണം എന്ന് ലോകത്തിന്റെ നബി തങ്ങൾ പഠിപ്പിച്ചു. രണ്ടാൺകുട്ടികൾ തമ്മിൽ ഒരു വിരിപ്പിന്റെ അടിയിൽ കടക്കാൻ പാടില്ല. പ്രായമെത്തിയ രണ്ട് പെൺകുട്ടികൾ ഒരു വിരിപ്പിന്റെ അടിയിൽ കടക്കാൻ പാടില്ല. അന്യാണും പെണ്ണും ഒരു റൂമിൽ അടച്ചിട്ട് കടന്നുറങ്ങാൻ പാടില്ല. പഠിക്കാനുള്ള പേര് പറയട്ടെ, കാണുന്ന മൊബൈലിൽ രണ്ടാളും അരികിലേക്ക് ചാരിയിരുന്ന് കാണുന്നത് ഏത് കസിൻസ് ആണെങ്കിലും ശരി, ഇസ്ലാം അതിന് നിയന്ത്രണം വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളെ, അത് കുടുംബം കരയാതിരിക്കാനാ, കണ്ണീര് കുടിക്കാതിരിക്കാനാ, കാലങ്ങളോളം മക്കളെ മനസ്സിൽ വേദനയുടെ വിത്തുകൾ പാകപ്പെടാതിരിക്കാനാ. അല്ലാതെ ആങ്ങളന്റെ മോന് ഹറാമായതുകൊണ്ടും തങ്ങളന്റെ മക്കളൊക്കെ ഹറാമായതുകൊണ്ടും തൊടാൻ പാടില്ല എന്നത് മാത്രമല്ല, കാലങ്ങളായി മക്കളെ മനസ്സിൽ അരക്ഷിതാവസ്ഥകളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ കൂടി ആ കാര്യം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇസ്ലാമിക ചരിത്രത്തിലെ ഉലമാക്കൾ രേഖപ്പെടുത്തി, ആൺമക്കളും പെൺമക്കളും കുടുംബത്തെയും സഹായിക്കട്ടെ, മാതാപിതാക്കളെ സഹായിക്കട്ടെ, ഉമ്മയെ സഹായിക്കട്ടെ. ഇന്ന് പല കുടുംബ പ്രശ്നങ്ങളിലും ആരോപിക്കപ്പെടുന്ന ഒരു വിഷയം, ആ ഭർത്താവിനും കുടുംബത്തിനും ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അറിയാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാ. വീട്ടിൽ പണിക്കാരി വന്നിട്ടില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിച്ചാൽ മതിയെന്നും അല്ലെങ്കിൽ പുറത്തുനിന്ന് പാർസൽ കൊണ്ടുവന്നാൽ മതിയെന്നും എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോ സ്വന്തം വീട്ടിൽ 4 മുളകും 2 ചെറിയുള്ളിയും അല്പം ഉപ്പും കുറച്ച് തേങ്ങയും വെച്ച് ഒരു ചെറിയ ചട്ടിനി അരയ്ക്കാൻ പോലും അറിയില്ലെങ്കിൽ അപകടത്തിലേക്ക് ആ കുടുംബങ്ങളെ പോക്ക്. അതിനർത്ഥം പെൺമക്കളെയൊക്കെ വളർത്തുന്നത് അടുക്കളപ്പണി മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നല്ല. ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, എന്റെ നബി തങ്ങള് നല്ലൊരു അടുക്കളക്കാരനായിരുന്നു, നല്ലൊരു ഭർത്താവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു മാനസികാവസ്ഥ. അൽ അബവാനി അവലുൽ മദ്രസ, മാതാപിതാക്കളെ ഒന്നാമത്തെ മദ്രസ. അത് കഴിഞ്ഞിട്ട് നിങ്ങള് നാട്ടിലെ മദ്രസ അന്വേഷിച്ചാൽ മതി എന്ന ലോകത്തിന്റെ നിബിത്തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം പുറത്തേക്ക് വിടുമ്പോ ഇന്ന് ജീവിത ശൈലികളൊക്കെ മാറുന്നതിന്റെ കണ്ണീര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. പലരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ, വീട്ടിലിരിക്കാൻ പലർക്കും മടിയാ. കുടുംബത്തിന്റെ കൂടെ സമയം ചെലവാക്കാൻ ആണുങ്ങൾക്കല്ല പലപ്പോഴും ഇപ്പം മടി. ഞാൻ കുറ്റപ്പെടുത്തല്ല, സ്ത്രീകൾക്കും മടിയാ വീട്ടിലിരിക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും പുറത്തു പോകണം, ഇതെങ്ങനെ ഇരിക്കാൻ പറ്റൂല എന്ന ചിന്ത വന്നതോടുകൂടി മക്കൾക്കും പുറത്തേക്കിറങ്ങാൻ താല്പര്യമായി. അതും പുറത്തിറങ്ങുന്നത് രാത്രി സമയങ്ങളിൽ. ചില ആളുകൾ, ചില മക്കൾ രക്ഷിതാക്കളോട് പറയും, ഞങ്ങൾക്കൊരു വെറൈറ്റി ഫുഡ് വന്നു, കഴിക്കാൻ പോണം. ആരാ കൂടുള്ളത്? കസിൻസാ. ആരാ കൂടുള്ളത്? ഫ്രണ്ട്സാ. എവിടത്തെ ഫ്രണ്ട്സാ? കൂടെ പഠിച്ച ഫ്രണ്ട്സാ. അതിലാകാ പെൺമക്കളുള്ളത്? ഞാനും 2 പെൺകുട്ടികളുണ്ട്. അത് മാത്രമായിരിക്കൂല, വേറെ 4 ആൺകുട്ടികളും കൂടിയിട്ടുണ്ടാകും. അപകടത്തിലേക്ക് പോകുന്ന പല വാതിലുകളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ തുറന്നു കൊടുക്കാറുണ്ട്. പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഇൻസ്റ്റഗ്രാമുകാരൻ വിശദീകരിക്കുമ്പോ അതിന്റെ റീൽസുകൾ കാണിച്ചു കൊടുത്ത്, ഇതൊന്ന് തിന്നാൻ പോണമ്മ, ഇതൊന്ന് കഴിക്കാൻ പോണം, നിങ്ങളില്ലെങ്കിലും സമ്മതവും പൈസയും തന്നാ മതി, ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോ കൂടെ പോകുന്ന കൂട്ടുകാരെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകണം രക്ഷിതാക്കളെ. കാരണം കയറി വന്ന പല കൂട്ടുകാരും ആണ് മാത്രല്ല പെണ്ണും കുടുംബം നശിപ്പിച്ചിട്ടുണ്ട്. പല പെൺമക്കളെ ജീവിതം നശിപ്പിച്ചതിന്റെ മുഖ്യഭാഗത്തും പെൺമക്കളായ കൂട്ടുകാരികളുണ്ട്. പല ആൺമക്കളുടെ ജീവിതം നശിപ്പിച്ചിടത്തും പെൺമക്കളായ കൂട്ടുകാരികളുണ്ട്. ആൺമക്കളെ നശിപ്പിച്ചിടത്ത് ആൺമക്കളായ കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് ആ പരലോകത്തൊരു രംഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതും വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, അക്രമികൾ സ്വന്തം കൈകളിന്റെ വിരലുകൾ കടിക്കുന്ന ഒരു ദിനത്തിൽ യഖൂലു, അവർ പറയും, യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല, എന്റെ പ്രവാചകന്റെ മാർഗം
ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്കെത്ര നന്നായിരുന്നു. യാ വൈലത്താ, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഈ കൂട്ടുകാരനെ ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് വിരല് കടിച്ച് കണ്ണീരോടെ പറയുന്ന ഒരവസ്ഥ മക്കൾക്കും കുടുംബത്തിനും വരാതിരിക്കണമെങ്കിൽ നമ്മളെ മക്കളെ രാത്രിയൊന്നും അതുക്കും പുറത്തേക്ക് വിടാത്തൊരു രീതി, ഇതൊന്നും പ്രാകൃതല്ല മനുഷ്യരെ. ഇന്ന് ഇതൊക്കെ പ്രാകൃതമെന്നും ശരീരം മറയ്ക്കലൊക്കെ മദ്രസ പട്ടന്മാരെന്നും വ്യാഖ്യാനിച്ചവര് വരെ ശരീരം മറച്ച് പുറത്തിറങ്ങണമെന്ന് ഭരണകൂടം പറയുന്നുണ്ടെങ്കിൽ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ഉമ്മത്തിനെ പൊതുസമൂഹത്തിന് മുൻപിൽ അയിഞ്ഞാടാനും തുണിയൊടുക്കാതിറങ്ങാനും രാത്രി പകലാക്കാനും കൽപ്പന കൊടുത്തവര് പോലും ഇന്ന് മനുഷ്യന്റെ സംസ്കാരം കുടുംബത്തിലാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ മറ്റൊരാൾക്ക് ആസ്വദിക്കാനുള്ള വകയാവരുത്. നമ്മളെ മക്കൾ മറ്റൊരു കുടുംബത്തിന്റെ കണ്ണീരാവരുത്. നമ്മളെ മക്കൾ ഒരിക്കലും നമ്മളെ വലിയ സങ്കടമായി മാറാൻ പാടില്ല. അതിനെന്തു വേണം? ദീനീ ചിട്ടകളുള്ള ക്ലാസുകളിലേക്ക് നമ്മൾ അവരുടെ സാന്നിധ്യം അറിയിക്കണം. മോറൽ ക്ലാസുകൾ പല പള്ളികളിലും നടക്കുന്നുണ്ട്, പല ഭാഗത്തും നടക്കുന്നുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും മോറൽ ക്ലാസുകൾ അല്ലെങ്കിൽ ദീനീ സദസ്സുകൾ നമ്മൾ അവരിലേക്ക് ചേർത്ത് പിടിച്ചു കൊടുക്കണം. ദീനിന്റെ പാഠങ്ങൾ മനസ്സിലേക്ക് വരുന്നവരിൽ പലരും ഇന്ന് പടച്ചോന്റെ ദീനിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മായാലോകത്തിന്റെ വിസ്മയ ലോകത്ത് നിന്ന് അതല്ല ജീവിതം എന്നറിഞ്ഞ് നന്മയിലേക്ക് പരക്കം പാഞ്ഞ് മക്കൾ വരുമ്പോ സ്വന്തം കുടുംബത്തിനൊരു സപ്പോർട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മക്കൾ നാളെ നിങ്ങളെ അള്ളാന്റെ മുൻപിൽ കുറ്റപ്പെടുത്തി പറയും, നാദാ, ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയോ? ഈ വാപ്പന്റെ ഇമ്മന്റെയും മക്കളായി ജനിക്കേണ്ടി വന്നതാന്നാ. പൊന്നുപോലെ വളർത്തിയിട്ടും സമ്പാദിച്ചു കൊടുത്തിട്ടും അത്രയേറെ ത്യാഗം ചെയ്തു നോക്കിയിട്ടും സ്വന്തം മക്കളത് നമ്മളെ നേരെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ആലോചിക്കണം. ആ ആലോചനയാണ് വരാനിരിക്കുന്ന ദിവസങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ഈ വേനലവധിക്ക് മുൻപൊന്ന് കൂടിയിരിക്കണം. മക്കളെ കൂട്ടിയിരുത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഒരിക്കലും കണ്ണുനീരിലേക്ക് പോകാത്ത നിലക്ക് സ്വന്തം കുടുംബത്തെ സംവിധാനിക്കാൻ സാധിക്കണം. ആ നിലക്ക് വരാനിരിക്കുന്ന അവധിയെയും കുടുംബത്തെയും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു വലിയ നിയമസഭാ ഇലക്ഷൻ നമ്മളെ കൺമുൻപിലെത്തി നിൽക്കുകയാണ്. പരസ്പരം പോരടിച്ചും വിജയിക്കാൻ പല തന്ത്രങ്ങൾ മെനഞ്ഞും വാവിട്ട വാക്കും കൈവിട്ട പ്രവൃത്തിയുമായി രാഷ്ട്രീയ അടിമകൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും രാഷ്ട്രീയം സേവനമാണെങ്കിൽ ചില രാജ്യങ്ങളിലും ചില സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയം അധികാരക്കൊതിയും കള്ളപ്പണത്തിനും മാത്രമാണ് എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. സ്ഥാനത്തിനു വേണ്ടി അഹങ്കരിക്കുകയും സ്ഥാനത്തിനു വേണ്ടി കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ചില ആളുകളുടെ വാക്കും പ്രവൃത്തിയും കാണുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അടുത്ത ഖലീഫ ആര് എന്ന് ചോദിച്ച സമയത്ത് സഹാബത്തിന്റെ ഇടയിൽ നിന്നും സിദ്ദീഖുൽ അക്ബർ പതുക്കെ മാറാൻ തുടങ്ങി. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അബൂബക്കർ, താങ്കളായിരിക്കണം ഇനി മുസ്ലിം സമൂഹത്തിന്റെ നേതാവ്. കേട്ട സെക്കൻഡ് മുതൽ കണ്ണുനീരോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നെന്നും സദസ്സിൽ നിന്നും ഒരു പെണ്ണ് കണ്ണീരോടെ പറഞ്ഞു, ഇന്ന് വരെ എന്റെ ആടിനെ കറന്ന് തന്നത് അബൂബക്കറാണ്. അദ്ദേഹം ഖലീഫയായാൽ ഇനി എന്റെ ആടിനെ ആര് കറക്കും എന്ന് കണ്ണീരോടെ ചോദിച്ചപ്പോ, ഉമ്മ ഖലീഫയായി എന്നതിന്റെ പേരിൽ എന്റെ അന്നം നിങ്ങൾ മുട്ടിക്കരുത്. എന്റെ ഭക്ഷണം പലപ്പോഴും നിങ്ങൾ തരുന്ന ആടിനെ കറന്ന പാലാണ് ഉമ്മ. ഇനിയും എന്റെ ആയുസ് തീരുന്നത് വരെ ആരോഗ്യമുള്ളിടത്തോളം ഞാനതിനെ കറന്നു തരും എന്ന് പഠിപ്പിച്ചൊരു ചരിത്രം.
ഇസ്ലാമിക ചരിത്രത്തിൽ ഉമറിനെ നേതാക്കാവാൻ ഒരുന്ന സമയത്തും ഒരു പിടി മണൽ വാരിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മണൽ പച്ചക്ക് തിന്നണം നിങ്ങൾ എന്നോട് കൽപ്പിച്ചാൽ ഉമർ അത് ചെയ്യും. പക്ഷെ മക്കയുടെയും മദീനയുടെയും നേതാവാകണം, ഖലീഫയാണെന്ന് പറഞ്ഞാൽ ഉമറിനെ കിട്ടൂല എന്ന് നെഞ്ചുപൊട്ടി കരയുന്നുണ്ടെങ്കിൽ, ഇന്ന് അത്രയൊന്നുമില്ലെങ്കിലും അവനവന്റെ അധികാര സ്ഥാനങ്ങളൊക്കെ പരലോകത്തൊരു നിന്ദ്യതയാകാതെ നോക്കാൻ, അത് അധികാര സ്ഥാനങ്ങൾ മാത്രല്ല, ആ അധികാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് വേണ്ടി പണിയെടുക്കുന്നവര്, അത് ഈ സമൂഹത്തിന്റെ താഴെക്കടയിലുള്ളവരാണെങ്കിലും ശരി, വാക്കുകൊണ്ടും പേര് മാറ്റം കൊണ്ടും എഴുത്തുകൊണ്ടും നേതാക്കന്മാർക്ക് വേണ്ടി നരകം വില കൊടുത്തു വാങ്ങുന്ന ആളുകളാകാൻ പാടില്ല. ഇന്ന് മാത്രമെന്നാൽ വർഗീയത മാത്രം സംസാരിക്കുന്നവരുണ്ട്, പെണ്ണു വിഷയത്തിലൂടെ മാത്രം രാഷ്ട്രീയം ഓടിച്ചുകൊണ്ടിരിക്കുന്നവർ. ഏതെങ്കിലും ഒരു നേതാവിനെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഇകഴ്ത്തി കാണിക്കണമെങ്കിൽ അതിൽ പെണ്ണ് വേണം, വ്യഭിചാരം വേണം, വേലിചാട്ടം വേണം, അവിഹിതം വേണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ്, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപമാനമാണ്. വികസനങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള വർഗീയതയിലൂടെയും വിഭാഗീയതയിലൂടെയും മാത്രം സംസാരിക്കേണ്ടി വരുന്നത് ഇന്ന് താൽക്കാലിക ആശ്വാസം നമുക്ക് തരുമെങ്കിലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, എനിക്ക് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു ഭാഗത്ത് RSS ചിന്താഗതികളും അതല്ലെങ്കിൽ ഫാസിസവും മനുഷ്യനെ തമ്മിലകറ്റിക്കൊണ്ടിരിക്കുമ്പോ വെറും അധികാരത്തിനു വേണ്ടി മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ അതിനേക്കാളും വലിയ തന്ത്രം മെനയുന്ന വാക്കുകളും പേനയുന്തുന്നവരും നേതൃത്വം പോലും സ്ഥാനമാനങ്ങൾ ഉള്ളവർ പോലും ആ വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ അക്ഷരം, ഒരൊറ്റ ചരിത്രം, ഒരറിവുമില്ലാത്ത വിഷയത്തിൽ ഒരക്ഷരം നിങ്ങൾ മിണ്ടാൻ നിൽക്കരുത്. കാരണം നിങ്ങളത് കേട്ടതും സംസാരിച്ചതും അതൊക്കെ പടച്ചോന്റെ അടുത്ത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. മരിച്ച് മണ്ണിന്റെ അടിയിലേക്ക് പോയാലും തിരുത്താനാവാത്ത കുറ്റമാ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും എഴുത്തുകൊണ്ടും ലോകത്ത് നമ്മൾ പടർത്തിയ ഫിത്തിന. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോ അവനാന്റത് നഷ്ടപ്പെടാതെ നോക്കണം. നേടിയെടുത്ത അമലുകളും ഒരു മാസം കൊണ്ട് നേടിയെടുത്ത തഖ്വയും അത് വളരെ കുറവാണ് നിങ്ങളെയൊക്കെ ജീവിതത്തിൽ. നമ്മൾ അത്രയൊന്നും ചെയ്തിട്ടില്ല, ഉറപ്പാ. ആ ചെയ്ത കുറച്ച് എന്തിനാ മനുഷ്യരെ മറ്റുള്ളവർക്ക് കൊണ്ട കൊടുക്കുന്നത്? എന്തിനാ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നത്? എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും അറിയാതെ എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാർക്ക് കൊണ്ട കൊടുക്കുന്നത്? ജയിക്കാനും ജയിപ്പിക്കാനും വേണ്ടി എന്തും പറഞ്ഞും പറയിപ്പിച്ചും ആളുകൾ മത്സരിച്ചോടുമ്പോ ഈ സെക്കൻഡ് പടച്ചോന്റെ വിളി വന്നാൽ മണ്ണിന്റെ അടിയിലേക്ക് എന്താണുള്ളതെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ സമ്പാദ്യം. ആ സമ്പാദ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ ചിന്തിക്കേണ്ടത്. അല്ലാതെ വാക്കുകൾ കൊണ്ടും എഴുത്തുകൊണ്ടും ഇന്ന് ഈ കാണുന്ന കലുഷിതമായ നെറികെട്ട രാഷ്ട്രീയ രീതി അതൊരു നല്ല ശീലമല്ല, അതൊരു നല്ല കീഴ്വഴക്കമല്ല, അതൊരു നല്ല സംസ്ഥാനത്തിന്റെ സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് നല്ലതല്ല എന്ന് പറയുന്നവരും എഴുതുന്നവരും പിന്താങ്ങുന്നവരും പണിയെടുക്കുന്നവരും ഒന്നാലോചിക്കുന്നത് നല്ലതായിരിക്കും. ആ അർത്ഥത്തിൽ എന്റെ വാക്കെടുക്കാവൂ. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഭാഗവുമില്ല, അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ളത് ഞാൻ ഇന്ന് വരെ ഒരാളോടും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇത് നമ്മളെ സമൂഹത്തിന്റെ ഭദ്രത ഇല്ലാണ്ടാക്കാൻ കാരണമാകരുത് എന്നൊരു സ്നേഹബുദ്ധിയാലോട് മോഡി മാത്രം സൂചിപ്പിച്ചത്. വാക്കുകൾ പറയുമ്പോഴും എഴുതുമ്പോഴും അതേത് താഴെക്കടയിലുള്ളവരാണെങ്കിലും ഒന്ന് ചിന്തിക്കണം എന്നോർമ്മപ്പെടുത്തുന്നത് ഒരു ദാഇ എന്ന ഒരു മനസ്സോട് മാത്രമാണ്. അല്ലാഹു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുറ്റങ്ങൾ ശേഖരിക്കാത്ത മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് കുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് റബ്ബേ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാഥ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. നാഥ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ. എല്ലാം എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് നൽകിയവരുണ്ട്. രോഗം കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ആളുകൾ, സ്വദേശത്തും വിദേശത്തും പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർ, റബ്ബേ ഏറ്റവും എളുപ്പം ആ സുഖങ്ങളെല്ലാം ശിഫ നൽകി
ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാഥാ, പ്രവാസ ലോകം രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് പല പ്രയാസങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാഥാ, ഞങ്ങളെ പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും നൽകുകയും അവരുടെ സാമ്പത്തിക രംഗത്ത് നിന്റെ എല്ലാ സംരക്ഷണം കൊടുത്ത് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ ഗസയിലടക്കം നാഥ ആത്യന്തികമായ സന്തോഷം നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.